ഞാനിന്നേ സദ്യ കഴിക്കാനായിട്ട് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതെന്താ ഇങ്ങനെ പറയണേന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ. ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഇറങ്ങിയതാണ്. കോട്ടയ്ക്കലിനടുത്ത് ചെങ്കുവട്ടിയിൽ ഒരു PM ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വെച്ചിട്ടായിരുന്നു കല്യാണം. ഹസ്ബൻഡിനെ അറിയുന്ന ആളുടെ കുട്ടിയുടെ കല്യാണമായിരുന്നു. ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു. എല്ലാം ഉള്ള സദ്യ. പപ്പടം, അച്ചാറും, അവിയലും, പരിപ്പ് വടയും എല്ലാതരം ഓരോന്നോരോന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ല. 2 കൂട്ട് പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ ഒരു ഭാഗത്തോട്ട് വെച്ചിട്ട് കാര്യമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പായസമാണ്. മോളൊക്കെ സദ്യ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് കൊടുത്തൊക്കെ അവൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് പായസം വന്നു. അടപ്രഥമനും അതുപോലെ തന്നെ ശർക്കര പായസം നമ്മളെ ചെറുപയർ അടപ്രഥമനായിരുന്നു. ഈ ഒരു പപ്പടത്തിലോട്ട് ആട്ടയും അതുപോലെ തന്നെ ആ ഒരു ശർക്കര പായസം കൂടി ഒഴിച്ചിട്ട് ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ചോറൊക്കെ ഒരു ഭാഗത്തോട്ട് കൂട്ടി വെച്ചിട്ട് പായസം ആണ് ഞാൻ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് ഒരു ഗ്ലാസ് പായസമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, മോളും അതെ. ബാക്കി എന്താ പറയുക, 4 ഗ്ലാസ് പായസം ഞാനാണ് കുടിച്ചത്. എൻ്റെ 2 ഗ്ലാസും അവരുടെയും കൂടി. ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ, പായസം അടിപൊളിയായി കഴിച്ചു. ഇത് പറയുമ്പോൾ പോലും എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് ഈ ഒരു രംഗം കണ്ടിട്ട്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ പിന്നെ കാണാം. ലവ് യു ഓൾ.